ബ്രൂവറി വിഷയത്തിൽ വി ഡി സതീശൻ്റെ കള്ളത്തരമാണ് പൊളിഞ്ഞു വീഴുന്നത്. വി ഡി സതീശൻ നേരത്തെ പറഞ്ഞിരുന്നത് പല വിധത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞിരുന്നു. തുടക്കത്തിൽ ദില്ലി മദ്യ അഴിമതി പോലെയുള്ളതാണെന്ന്, പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസ് പോലും പ്രതിരോധത്തിലാകുന്ന ആ വാദത്തിൽ നിന്ന് പിന്നീട് പിന്മാറുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ പതിയെ വിടുകയാണ് ചെയ്തത്. പിന്നീട് വെള്ളവുമായി ബന്ധപ്പെട്ട ജലചൂഷണം പറഞ്ഞിരുന്നു, പക്ഷേ ജലവകുപ്പാണ് അവിടെ വെള്ളം നൽകുന്നതെന്ന് സർക്കാർ വിശദീകരണം എത്തിയതോടുകൂടി അതും ഇല്ലാതാവുകയാണ്. പിന്നീട് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് ഇതായിരുന്നു. അതൊന്ന് കാണാം. വി ഡി സതീശൻ്റെ വാക്കുകൾ. ഇലപ്പുള്ളി പഞ്ചായത്തിൽ 26 ഏക്കർ ഈ സ്ഥലം മതിൽ കെട്ടിയെടുത്തിട്ടുണ്ട്. നാട്ടുകാരോടും പഞ്ചായത്തിനോട് ഈ കമ്പനി പറയുന്നത് കോളേജ് തുടങ്ങാനാണ്. കോളേജ് തുടങ്ങാൻ വേണ്ട കോളേജാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കോളേജ് എന്ന് പറയുന്നത്. ഇതാണ് മദ്യനിർമ്മാണ യൂണിറ്റാണ്. കോളേജ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ സ്ഥലം വാങ്ങിച്ചത്. 2 കൊല്ലം മുമ്പ് കമ്പനി പരിപാടി ആരംഭിച്ച 2 കൊല്ലം മുമ്പ് എക്സൈസ് മന്ത്രി ഈ സർക്കാരും ഇവരുമായിട്ട് ഈ കമ്പനിയുമായിട്ടുള്ള ഗൂഢാലോചന ആരംഭിച്ചതാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി പറയണം. അതാണ്, ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി പറയണമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. എന്നാൽ വി ഡി സതീശൻ പറഞ്ഞ ഇപ്പോഴത്തെ ആ ആരോപണം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ആ ആരോപണമാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്. ആ ആരോപണം നമ്മൾ കേട്ടതുപോലെ കോളേജിന് വേണ്ടിയാണ്, സമീപത്തുള്ള പ്രയാഗ കോളേജിന് വേണ്ടി എന്ന നിലയിലാണ് വസ്തു വാങ്ങി മതിൽ കെട്ടി തിരിച്ചത് എന്നായിരുന്നു. എന്നാൽ അതിൻ്റെ വസ്തുത എന്താണ്? ആ സാക്ഷാൽ കോളേജിൻ്റെ പ്രയാഗ കോളേജിൻ്റെ ചെയർമാൻ സന്ദീപ് തന്നെ കൈരളി ന്യൂസിനോട് പറഞ്ഞത് ഇതാണ്. കോളേജിനായി വാങ്ങിയ സ്ഥലത്തല്ല ബ്രൂവറി വരുന്നതെന്ന് സന്ദീപ് പറയുന്ന വാക്കുകളൊന്ന് കേൾക്കൂ. അവിടെ 22 ഏക്കറില്ല. ഞങ്ങൾ കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിങ്ങിന് വാങ്ങിയ 7 ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്തുള്ള സ്ഥലം അത് ബ്രൂവറിയോ ആരോ കമ്പനിക്കാർ വാങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു. അവർ സത്യം പറഞ്ഞാൽ ഒരു അപ്പുട്ടിയേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഞങ്ങളെയും സമീപിച്ചിരുന്നു 1 വർഷം മുന്നേ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കോളേജ് നടത്തുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് കോളേജ് നടത്താനായിട്ട് ഞങ്ങൾ എല്ലാ അപ്രൂവലും പെർമിഷനോട് കൂടി ഇവിടെ 300ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരങ്ങോട്ട് മാറ്റാനായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വാർത്ത ചില മാധ്യമ സുഹൃത്തുക്കൾ വന്ന് പറയുന്നതും ഇന്നലെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നമ്മളിങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് ഈ മതിൽ കിട്ടിയ സ്ഥലത്താണ് ഈ കോളേജ് ബ്രൂവറി വരുന്നതെന്ന് പറയുന്നത് തീർത്തും സത്യവിരുദ്ധമായ കാര്യമാണ്. ആ മതിൽ കെട്ടിയ സ്ഥലം എന്ന് പറയുന്ന സ്ഥലം കോളേജിന്, പ്രയാഗ എന്ന് പറയുന്ന കോളേജിന് 300ഓളം കുട്ടികൾ, അട്ടപ്പാടി എന്ന് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് തന്നെ ചേരുകയാണ്. സച്ചിൻ, ഓരോന്നായി സതീശൻ ഉയർത്തിക്കൊണ്ടുവന്ന ബ്രൂവറിയുമായി ബന്ധപ്പെട്ടത് അഴിഞ്ഞു വീഴുകയാണ്, പൊളിഞ്ഞു മാറുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാര്യം. തെറ്റിദ്ധരിപ്പിച്ച് കടന്നു പോകാമെന്നായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ പ്രയാഗ കോളേജിൻ്റെ അരികുവൽക്കരിക്കപ്പെടുന്ന ജനതയ്ക്ക് പാഠങ്ങൾ നൽകുന്ന ഒരു കോളേജ് എന്ന നിലയിൽ കൂടിയാണ് പ്രയാഗ കോളേജ് അടയാളപ്പെടുത്തുന്നത്. ആ പ്രയാഗ കോളേജ് വാങ്ങി മതിൽ കെട്ടിയ സ്ഥലം ബ്രൂവറിക്കാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രസ്താവന രാഷ്ട്രീയ ലാഭത്തിനായി സതീശൻ നടത്തുകയായിരുന്നു. അതാണ് പൊളിഞ്ഞു വീണത്. പ്രയാഗയുടെ ചെയർമാൻ തന്നെ, പ്രയാഗ കോളേജിൻ്റെ ചെയർമാൻ തന്നെ സന്ദീപ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അക്കമിട്ടാൽ അജിംഷാദ്, വി ഡി സതീശൻ്റെ ഒരു വാദം കൂടെ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ തന്നെ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് UDFും കോൺഗ്രസും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ചുക്കാൻ പിടിച്ചത് രമേശ് ചെന്നിത്തലയാണെങ്കിൽ അതിൻ്റെ വ്യാജ ആരോപണങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ട് അതിന് മേൽക്കൈ നേടാമെന്ന് കോൺഗ്രസിൽ തന്നെ വി ഡി സതീശൻ ശ്രമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോളേജ്, അതായത് പ്രയാഗ എന്ന കോളേജിന് വേണ്ടി 7 ഏക്കറോളം ഭൂമി അവിടെ വാങ്ങിയിട്ടുണ്ട്. എന്നാൽ വി ഡി സതീശൻ്റെ ആരോപണം കോളേജിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ ഭൂമി വാങ്ങി അത് ബ്രൂവറി നിർമ്മിക്കുന്നതിന് വേണ്ടി അവിടെ ഈ കോളേജിൻ്റെ മറവിൽ ഭൂമി തട്ടിയെടുത്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനം നടത്തുന്നത് എന്ന ഒരു വ്യാജ ആരോപണമാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. എന്നാൽ അത് പൊളിയുകയാണ് കോളേജിൻ്റെ ചെയർമാൻ, പ്രയാഗ കോളേജിൻ്റെ ചെയർമാൻ സന്ദീപിൻ്റെ വാദത്തോടുകൂടെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. കാരണം ആ കോളേജ് വാങ്ങിയിട്ടുള്ള സ്ഥലത്തല്ല ബ്രൂവറി വരുന്നത് എന്ന കാര്യമാണ് കോളേജിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള സന്ദീപ് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ കോളേജ് 24 ഏക്കർ ഭൂമിയാണ് കോളേജിൻ്റെ പേരിൽ വാങ്ങിയത് എന്നാണ് വി ഡി സതീശൻ ഉന്നയിച്ചത്. എന്നാൽ കോളേജ് ചെയർമാൻ വ്യക്തമാക്കിയിട്ടുള്ളത് 7 ഏക്കർ ഭൂമി മാത്രമാണ് അവിടെ കോളേജിൻ്റെ പേരിൽ വാങ്ങിയിട്ടുള്ളത്. അത് 2018 വാങ്ങിയത്. അതിൻ്റെ എല്ലാ രജിസ്ട്രേഷൻ ക്രമങ്ങളടക്കം കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്തിലുണ്ട് എന്ന കാര്യം കൂടെ ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ
ഈ 2022 കോളേജ് നിർമ്മിക്കുന്നതിന് വേണ്ടി, കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതിയും എലപ്പുള്ളി പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ കൃത്യമായ എല്ലാ എല്ലാം പാലിച്ചുകൊണ്ടാണ് അവിടെ കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി ഭൂമിയടക്കം കോളേജ് വാങ്ങിയിട്ടുള്ളത്. എന്നാൽ അതിനെയൊക്കെ പാടെ തള്ളിക്കൊണ്ട് ഒരു വ്യാജ ആരോപണം പടച്ചുവിട്ട് ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് പോലും ആയിട്ട് പഞ്ചായത്ത് അധികാരികളിൽ നിന്ന് പോലും ഈ ഇത്തരം വിവരങ്ങൾ ആരായാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തി ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് പ്രയാഗ കോളേജിന്റെ ചെയർമാൻ ശ്രീ സന്ദീപ് നമ്മളോട് പറഞ്ഞ കാര്യം, കൈരളി ന്യൂസിനോട് പറഞ്ഞ കാര്യം, സതീശൻ പറഞ്ഞ വാദങ്ങളെ പൊളിക്കുന്നതാണെന്ന് മാത്രമല്ല, ഈ സംഭവഗതികളെല്ലാം കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്തിന് അറിയാമായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ എന്തായാലും കോളേജിൻ്റെ ഓരോ പ്രവൃത്തികളും അടയാളപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ അറിയാവുന്നത് ആ പഞ്ചായത്തിനാണ്. ആ പഞ്ചായത്തെ അറിയാം. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന ആ പഞ്ചായത്തിലെ പ്രതിനിധികൾ പോലും ഈ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു. അപ്പോൾ സതീശനടക്കം ഇത് ഒരു കൂട്ടുകൃഷി പോലെ ആ വികസനത്തെ, നിരവധി പേർക്ക് തൊഴിലവസരം കിട്ടുന്ന വികസനത്തെ തടസ്സപ്പെടുത്താനുള്ള പക്ക കക്ഷി രാഷ്ട്രീയ നീക്കം തന്നെയാണ്. അതിനുവേണ്ടിയാണ് ആ കള്ളം പറഞ്ഞത് എന്നുകൂടി ബോധ്യമാകുന്നുണ്ട്. അതാണ് സന്ദീപ് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ത്തിൽ മറ്റൊന്ന്, അല്ലേ സച്ചിൻ? അജിംഷാദ്, തീർച്ചയായും അത് തന്നെയാണ് ഈ സന്ദീപിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളിൽ ചില മാധ്യമങ്ങളും അതിന് ഒത്തുചേരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇന്നലെ തന്നെ ഇത്തരം ഒരു ആരോപണം VD സതീശൻ ഉന്നയിച്ചപ്പോൾ അവിടെ പോയി മാധ്യമങ്ങളും ഈ വ്യാജ വാർത്ത പടച്ചുണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഈ വാർത്തകളോട് പ്രതികരിക്കുന്നു. ഇവിടെയാണ് ബ്രൂവറി വരുന്നത് എന്ന തരത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നു. അതിന് പിന്തുണ നൽകിക്കൊണ്ട് ചില മാധ്യമങ്ങളും വരുന്നു. അത്തരത്തിൽ ഒരു വലിയൊരു സംരംഭം, ഒരു വ്യവസായ സ്ഥാപനം വരുമ്പോൾ, നിരവധി പേർക്ക് തൊഴിലടക്കം ലഭ്യമാകുന്ന ഒരു സ്ഥാപനം വരുമ്പോൾ അതിന് തകിടം മറിക്കുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെ മന്ത്രി MP രാജേഷും വ്യക്തമാക്കിയത് അതുതന്നെയാണ്. കാരണം വിഴിഞ്ഞം തുറമുഖം, ദേശീയപാത നിർമ്മാണം, അതേപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ തുടങ്ങിയ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തുരങ്കം വെക്കുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ കോൺഗ്രസും സ്വീകരിച്ചിട്ടുള്ളത്. അതേ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബ്രൂവറി പാലക്കാട് എലപ്പുള്ളിയിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസും VD സതീശനും സ്വീകരിക്കുന്നത് എന്ന കാര്യമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള MP രാജേഷും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയൊരു ജനങ്ങളെ കബളിപ്പിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസിൻ്റെ VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് അജിംഷാദ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.